നമസ്കാരം. ഇന്നലെയാണ് തെന്നിന്ത്യൻ ചിത്രമായ പുഷ്പ 2 റിലീസ് ചെയ്തത്. കേരളത്തിലടക്കം വലിയ ആരാധകരാണ് സിനിമയ്ക്കുള്ളത്. പുഷ്പയുടെ ആദ്യ ഭാഗവും വൻ വിജയമായിരുന്നു. അതിലെ അഭിനയത്തിന് നടൻ അല്ലു അർജുന് നാഷണൽ അവാർഡ് വരെ കിട്ടിയതാണ്. ഇപ്പോൾ വലിയ ആവേശത്തോടെ പുഷ്പ 2 റിലീസ് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായമാണ് ഉയരുന്നത്. ചിലർക്ക് ഇഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലർക്ക് സിനിമ ഇഷ്ടപ്പെടാതെയും വരുന്നിട്ടുണ്ട്. ആരാധകർ ഇന്നലെ വലിയ ആവേശത്തോടെയായിരുന്നു സിനിമയെ വരവേറ്റത്. സിനിമ കണ്ടിറങ്ങിയവർ പറഞ്ഞ അഭിപ്രായങ്ങൾ വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ലോകത്ത് വലിയ ചർച്ചയാവുകയാണ്. അതേ സമയത്ത് തന്നെയാണ് എത്ര രൂപ ആദ്യ ദിനം പുഷ്പ നേടി എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പുഷ്പ 2 എന്ന ചിത്രം തെന്നിന്ത്യയിൽ തന്നെ ഇത്രയും കാത്തിരിപ്പുയർത്തിയ മറ്റൊരു ചിത്രം ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ്. കേരളത്തിലടക്കം പുലർച്ചെ ഷോകൾ നടന്ന ചിത്രം മികച്ച പ്രകടനമാണ് തിയേറ്ററിൽ കാഴ്ചവെക്കുന്നത്. ഈ അവസരത്തിൽ പുഷ്പ 2 നേടിയ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന തെലുങ്ക് ചിത്രമായി മാറിയിരിക്കുകയാണ് പുഷ്പ 2. 6 കോടിക്ക് മുകളിലാണ് അല്ലു അർജുൻ ചിത്രം കേരളക്കരയിൽ നിന്നും നേടിയത്. പ്രഭാസ് ചിത്രം ബാഹുബലി 2ന്റെ കേരള കളക്ഷനെയാണ് പുഷ്പ തകർത്തെറിഞ്ഞത്. 5.25 കോടിയായിരുന്നു ബാഹുബലി 2ന്റെ കളക്ഷൻ. കഴിഞ്ഞ 7 വർഷമായി നിലനിന്നിരുന്ന ബാഹുബലിയുടെ റെക്കോർഡാണിത്. അതേസമയം കന്നഡ ചിത്രം KGF ചാപ്റ്റർ 2 കേരളത്തിൽ നിന്നും ആദ്യ ദിനം നേടിയത് 7.5 കോടിയാണ്. അതേസമയം കേരള ഫസ്റ്റ് ഡേ കളക്ഷനിൽ മുന്നിലുള്ള തമിഴ് ചിത്രം വിജയ് നായകനായി എത്തിയ ലിയോ ആണ്. 12 കോടിയാണ് സംസ്ഥാനത്തെ ലിയോയുടെ ആദ്യ ദിന കളക്ഷൻ. മികച്ച സ്ക്രീൻ കൗണ്ടാണ് കേരളത്തിൽ പുഷ്പ 2 ലഭിച്ചത്. 5000-ലധികം സ്ക്രീനുകളിലാണ് പുഷ്പ എത്തിയത്. കൂടാതെ തമിഴ്നാട്ടിൽ ആദ്യ ദിനം 10 കോടി പുഷ്പ നേടിയെന്നാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യ കണക്കുകൾ പ്രകാരം ആദ്യ ദിനം ആഗോളതലത്തിൽ 175.1 കോടി രൂപയാണ് പുഷ്പ 2 നേടിയിരിക്കുന്നത്. എന്തായാലും സിനിമ വലിയ ആവേശത്തോടെയാണ് ഇപ്പോൾ മുന്നേറുന്നത്. അവധി ദിവസങ്ങളായി ശനിയും ഞായറുമുള്ള കളക്ഷൻ എന്തായാലും നിർണായകമായിരിക്കും.